ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എൻ്റെ ഫേസ് പാക്കുകളെക്കുറിച്ചും ഞാൻ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഫേസ് പാക്കുകളെക്കുറിച്ചാണ്. എനിക്ക് ഗുണം കിട്ടിയത് എൻ്റെ ഒരു സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ മിക്സ് ഓയിലി ഡ്രൈയും കൂടെ കോമ്പിനേഷൻ സ്കിന്നാണ്. ഈ പറഞ്ഞ പായ്ക്ക് നമുക്ക് ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല. നിങ്ങൾ പാലോ തൈരോ വെറും പച്ചവെള്ളമോ റോസ് വാട്ടറോ എന്തിൻ്റെ വേണേലും കൂടെ. ഇവിടുത്തെ താരം നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ നമുക്ക് പൂ ഉപയോഗിക്കാം. പൂ നല്ലതായിട്ട് അരച്ചോ മിക്സ് ചെയ്തോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇത്രയും പോലെ തന്നെ എനിക്കിഷ്ടമുള്ള ബ്രാൻഡാണ് ഇതും. ഇത് നമുക്ക് എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എപ്പോഴും ഒരു ഓയിൽ മസാജ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു 40+ കഴിഞ്ഞവരാണെങ്കിൽ ആഴ്ചയിൽ 4 പ്രാവശ്യമെങ്കിലും ഓയിൽ മസാജ് ചെയ്യണം. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഇത് നമ്മൾ എത്രത്തോളം ഫോൺ ഉപയോഗിക്കുന്നു എല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പ്രായം പറയുന്നത് നമ്മുടെ കണ്ണിലെ ചുളിവുകൾ കൊണ്ടാണ് നമുക്ക് പ്രായം പറയുന്നത്. അപ്പം ഞാൻ കണ്ണിൻ്റെ ചുറ്റിലെ കറുപ്പിനും ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ ഫേസിനും ഇത് ഉപകാരമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹിബിസ്കസ് പൗഡറാണ്. അതിൻ്റെ കൂടെ നമുക്ക് പാലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് കൈകൊണ്ട് ഏത് ക്രീമാണെങ്കിലും ഇടുമ്പം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്രീം ആദ്യം കുറച്ചെടുത്തിട്ട് നമ്മൾ ആ എടുക്കുന്ന ഏത് പായ്ക്കാണോ, ക്രീമല്ല, നമ്മൾ ഉണ്ടാക്കിയ പായ്ക്ക്, അതുകൊണ്ട് നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ അവിടെ തിക്കായിട്ട് നമ്മൾ പായ്ക്കിട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ക്രീം ഉണ്ടാക്കുന്ന പാത്രം, ബൗള്, സ്പൂൺ ഇതെല്ലാം സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം. അതുപോലെ നമ്മുടെ കൈയും, മനസ്സിലാവും, നല്ല കഴുകിയതിന് ശേഷം മാത്രമേ നമ്മുടെ നമ്മുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫേസിലെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവായ സ്കിന്നാണ്. അപ്പം ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ദിവസം ഈ ഹിബിസ്കസിൻ്റെ പായ്ക്ക് നിങ്ങൾ പിന്തുടരുന്നത്, ഒരു മാസം ആകുമ്പോഴും നിങ്ങളുടെ ഫേസിൻ്റെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? എത്രത്തോളം അത്രയും ഫലവത്തായ ഒരു ക്രീമാണ് ഫേസ് പായ്ക്ക്, ഒരു DIY ഫേസ് പായ്ക്കാണ് ഇത്, ഹിബിസ്കസ് പൗഡർ. ഇത് ഞാൻ കൈകൊണ്ട് മാത്രമാണ് ഞാനിടുന്നത്. എനിക്ക് എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ. ആദ്യം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇങ്ങനെ നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അത് പിടിക്കട്ടെ. ആദ്യം ഈ പായ്ക്ക് കൊണ്ട് തന്നെ നമ്മളൊന്ന് മസാജ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ, നമ്മൾ ഇട്ട് കാണിക്കുമ്പോൾ ശരിക്കും വാവ് വെക്കുന്ന രീതിയിലങ്ങ് ക്യാമറയിൽ വെളുത്തിരിക്കും. പക്ഷെ അത്രയൊന്നും പ്രതീക്ഷിക്കല്ല. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഇടുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് ശരിക്കും, ഞാൻ പറയുന്ന വെളുപ്പിലോ കറുപ്പിലോ അല്ല കാര്യം, നമ്മുടെ സ്കിൻ ടോൺ, അതാണ് ഇമ്പോർട്ടൻ്റ്. മനസ്സിലായോ? നമ്മുടെ ഈ 4 വിരൽ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നെറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്രീം ഒന്ന് ആദ്യം സ്കിന്നിലുമായിട്ട് പിടിക്കണം. മനസ്സിലായോ? അതിനു വേണ്ടിയാണേ. ഞാൻ ഹെയറും എല്ലാം ഒരു ഡിസ്റ്റർബ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കെട്ടിവെച്ച് നല്ല വ്യക്തമായിട്ട് നിങ്ങളെ കാണിച്ചത്. അതുപോലെ തന്നെ ഫേസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കഴുത്തും. നമ്മുടെ ഓർണമെൻറ്റ്സ് എല്ലാം മാറ്റി വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ കയറി അത് കഴുകാൻ നിൽക്കണം. നമ്മൾ ഓർണമെൻറ്റ്സ് നമുക്ക് സമയവും വെള്ളവും നഷ്ടമാകും. ഇനി നമുക്ക് ഈ ക്രീം ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ നല്ലതായിട്ടൊന്ന് തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിച്ചല്ലോ. കാണാവോ മക്കളെ? ഭയങ്കര പ്രകാശമാണെന്ന് തോന്നുന്നു. ഞാനിടുന്ന ബ്യൂട്ടി ടിപ്സ് ആരും കണ്ടിട്ട് കുറച്ച് പേരൊക്കെ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ തളരുന്നില്ല. എന്നാന്ന് വെച്ചാൽ
ഞാൻ ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് എനിക്ക് ഫലവത്തായ കാര്യം അത് നിങ്ങൾക്കും ഫലവത്തായും. കാരണം എന്ന് വെച്ചാൽ ഏത് കാര്യമാണ് നല്ല സാധനം നമുക്ക് ഓക്കെ അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം, എന്നെക്കാണ്ട് പേടിച്ചു പോകല്ലേ, അലർജി ടെസ്റ്റ് ചെയ്തതിന് മാത്രം ഉപയോഗിക്കുക. എന്നാലും ഇതൊന്നും ഒരു കെമിക്കലും ഇല്ല. നമ്മൾ ഒരു കാര്യം പറയത്തില്ലേ, ഇപ്പോൾ ഒരാളെ നമുക്ക് ഇഷ്ടമില്ല, പിന്നെ വെറുത്ത് ഇഷ്ടപ്പെടത്തില്ലേ, അതുപോലെ നിങ്ങൾ വന്ന് എന്നെ ഈ തള്ളയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ഓർക്കും. പക്ഷേ ഞാൻ പറയുന്ന ഒരു ക്രീം, ഒരു DIYയുടെ ക്രീമോ പായ്ക്കോ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ കമൻ്റ് ഇടുക. നമുക്കിത് ചുണ്ടത്തും തേച്ച് കൊടുക്കുകയാണ്. നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ദിവസമോ 2 ദിവസമോ ഇട്ടുകൊണ്ടൊന്നും ഒരു മാറ്റമില്ല. എന്നാലും മാറ്റം ഉണ്ടാവും. എങ്ങനെയാണെന്നറിയാമോ, നമ്മുടെ ഡ്രൈനെസ് മാറാനും ഒരു ചെറിയ ഗ്ലോ കിട്ടാനും സാധിക്കും. നമ്മൾ കണ്ണിന് ചുറ്റും ഈ പായ്ക്കിടുമ്പോൾ കണ്ണിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്താണ് ഈ പായ്ക്കിടുന്നതെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് നമ്മുടെ ഫേസിലെ സ്കിന്നിനേക്കാളും സെൻസിറ്റീവാണ് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള പായ്ക്ക്. അതാണ് ഓരോ പായ്ക്കും ഇടുമ്പം കണ്ണിന് ചുറ്റും ഇടരുതെന്ന് ഓരോരുത്തരും. പക്ഷേ നമ്മുടെ കറുപ്പ് പോകണമെങ്കിൽ നമുക്കിടാം. എങ്ങനെ ഇടാം? നമ്മൾ ഫേസിൽ ഇത് 10-20 മിനിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ കണ്ണിൽ നമ്മളൊരു 10 മിനിറ്റേ വെക്കാവുള്ളൂ. ഒത്തിരി ഡ്രൈ ആകുന്നതിന് മുമ്പ് കഴുകിക്കളയണം. അത് ഫേസിലും അങ്ങനെ തന്നെ. ഫേസ് പിന്നെ നമ്മൾ അത്രയും തിക്കായിട്ടിടുമ്പോൾ 20 മിനിറ്റ് കൊണ്ടൊക്കെ അതൊന്ന് ഒരുമാതിരി ഒന്ന് ഡ്രൈ ആവുള്ളൂ. ബാക്കിലും ഇടണം, ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾ ഇടുമ്പോൾ ഇട്ട് കൊടുക്കണം പ്രോപ്പറായിട്ട്. ഇനി ഞാൻ കണ്ണിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഹിബുക്കസ് അറിയാമല്ലോ നമ്മുടെ ഹെയറിനും, അതുകൊണ്ട് പിരികത്തെ പറ്റിയെന്ന് പറഞ്ഞൊന്നും ആരും പേടിക്കാനില്ല. അയ്യോ, ഹിബുക്കസിൻ്റെ ഉപയോഗം എത്ര ബെറ്ററാണെന്നറിയാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ കണ്ടാൽ മാത്രം പോലെ ഒന്ന് കണ്ടിട്ട് ലൈക്കും കൂടെ ചെയ്യണേ പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, കണ്ടോ നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ കിട്ടും നമുക്ക്. ഇതിപ്പോൾ സ്ഥിരമായിട്ടിടുമ്പോൾ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ, നമുക്ക് ഏത് സാധനവും സ്ഥിരമായിട്ടിട്ടാലല്ലേ നമുക്കതിനൊരു പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് ഇട്ട് പരീക്ഷിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം, നിങ്ങളതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ബൈ. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.